മദനിയെ പിടിച്ച് ജയിലിലിടുമെന്ന് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു. മദനി ശരിക്കും ജയിലിൽ കഴിയുകയല്ലേ? എങ്ങനെയാ മദനിയെ പിടിച്ച് ജയിലിലടക്കുക? അവിടെ മദനിയെ പിടിച്ച് ജയിലിലിടുമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ മദനി കുറേ മുസ്ലിങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് ഗോൽപുര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഉപഗ്രഹ നഗരം പണിയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മുസ്ലിം ഭൂരിപക്ഷമുള്ള പല മേഖലകളും അസമിലുണ്ട്. മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു മേഖലയാണ്. പ്രശാന്ത് ഭൂഷൻ്റെയൊക്കെ നേതൃത്വത്തിൽ നേരത്തെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന അങ്ങേരും എല്ലാം കൂടി, പിന്നെ ജമിയ മിലിയ സർവകലാശാലയിൽ നിന്നുള്ള ഒരു മുസ്ലിം സ്ത്രീയും ഒക്കെ കൂടി കഴിഞ്ഞ ആഴ്ച പോയി അവിടെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ആസമിൽ. പിന്നെ ഇപ്പോഴാണ് അവിടെ മദനി ചെല്ലുന്നത്. പക്ഷെ ഈ മദനി നമ്മുടെ കൊല്ലംകാരനായ ബംഗളൂരുവിൽ ചികിത്സയുള്ള കോയമ്പത്തൂർ സ്ഫോടന കേസിലൊക്കെ പ്രതിയായ ആ മദനിയല്ല. ആ മദനി ജയിലിലായതുകൊണ്ട് വേറൊരു മദനി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. ആ മദനിയെ ജയിലിലിടും എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നത്. ഓൾ ഇന്ത്യ ജമിയത്ത് ഉലമ ഐ ഹിന്ദ് എന്ന് പറഞ്ഞ ഇസ്ലാമിക സംഘടനയുടെ പ്രസിഡൻ്റാണ്. ഇസ്ലാമിക് സ്കോളർ എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്, ഇസ്ലാമിക പണ്ഡിതൻ. ഇയാളാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞ ദിവസം പോയത്. അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇയാളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇപ്പം തന്നെ ജയിലിലിടായിരുന്നു, പോയി സ്ഥലം കാണട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സമ്മതിച്ചതാണ്. പക്ഷേ ഇയാൾ അവിടെ പോയ ശേഷം ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഹിമന്ത ബിശ്വ ശർമ്മയെ വിമർശിച്ച് പത്രസമ്മേളനം നടത്തുക, മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുക, ഈ വക പരിപാടിയൊക്കെ നടത്തി. അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ചോദിച്ചു, ആരാണ് ഇയാൾ? ആരാണ് ഈ മദനി? ഇയാളാര്? പടച്ചോനോ? ഞാനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. കോൺഗ്രസിൻ്റെ കാലത്ത് ഇയാൾക്ക് ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് അവർ കൊണ്ടു നടന്നിരുന്നു. BJPയുടെ ഭരണകാലത്ത് ഇതൊന്നും നടക്കില്ല. അതിര് വിട്ടാൽ ഈ മദനിയെ പിടിച്ച് ജയിലിലാക്കും. ഞാനാണ് മുഖ്യമന്ത്രി, മദനിയല്ല. എനിക്ക് അയാളെ പേടിയുമില്ല. അതിര് വിട്ടാൽ ഇസ്ലാമിക പണ്ഡിതന്മാരൊന്നും ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇയാളെ വേണ്ടി വന്നാൽ ലക്ഷ്മണരേഖ ഇയാൾ അതിക്രമിച്ചാൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് ബംഗ്ലാദേശിലേക്ക് വിടും മദനിയെ എന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. അപ്പോൾ ഈ മദനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മഹ്മൂദ് മദനി എന്നാണ് മുഴുവൻ പേര്. മഹ്മൂദ് മദനി പറയുന്നത്, ബിശ്വ ശർമ്മ പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും ബംഗ്ലാദേശിൽ പോകണം എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ ഒഴിപ്പിക്കലൊക്കെ നടക്കുന്നത്. ഇവിടെ വെറുപ്പ് പരുത്തുന്നവർ പാകിസ്ഥാനിൽ പോട്ടെ. സാധാരണഗതിയിൽ പാകിസ്ഥാനിൽ പോട്ടെ എന്ന് അവരെ പറ്റി തന്നെയാണ് പറയുന്നത്. ഇങ്ങേര് പറയുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയെ വെറുപ്പ് പരത്തുന്ന ഹിന്ദുക്കളും പാകിസ്ഥാനിൽ പോട്ടെ എന്നുള്ളതാണ്. അപ്പം മദനി ഉദ്ദേശിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. 10-15% ജനസംഖ്യ ഉണ്ടായിരുന്നു, ഇപ്പോൾ 1% അല്ലേ ഉള്ളൂ ഹിന്ദുക്കളുടെ പെർസിക്യൂഷൻ ഇല്ലേ, പീഡനവും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അവിടെ പോയാൽ തീ വെച്ച് കൊന്നോട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും പറയുന്നത്. ഇത് നമ്മുടെ പൈതൃകവും മൈത്രിയും ഒക്കെ പുലർന്ന സ്ഥലമാണെന്നും മദനി പറയുന്നുണ്ട്. ഈ മൈത്രിയും പൈതൃകവും ഒക്കെ സാധാരണ ഹിന്ദുക്കളാണല്ലോ പറയുക. 5000 കൊല്ലത്തെ. ഇയാൾ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് എതിരെ എടുത്ത ആയുധവും നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ പൈതൃകമാണ് ഈ മദനി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഗോൽപുരയിൽ ഈ സ്ഥലങ്ങളൊക്കെ കാണാനും ഒക്കെ ഇയാളെ സമ്മതിച്ചു. ഇയാൾ പറയുന്നത് സുപ്രീം കോടതി ഒഴിപ്പിക്കുന്നതിലൊന്നും വലിയ കുഴപ്പമില്ല, സുപ്രീം കോടതി പറഞ്ഞ രീതിയിൽ വേണം പുനരധിവസിപ്പിക്കണം എന്നാണ് മദനി പറയുന്നത്. അപ്പോൾ ശർമ്മ പറയുന്നു, നുഴഞ്ഞു കയറ്റക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നീ മദനി അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ അവിടെ പോകാൻ അനുവദിച്ചത്. നുഴഞ്ഞു കയറ്റം നടത്തിയാൽ ആരായാലും പിടിച്ച് പുറത്താക്കും, അത് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ അങ്ങോട്ട് പോകാൻ അനുവദിച്ചത്. ഗ്രാമീണരെ ഈ വരത്തന്മാരൊക്കെ വന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ശർമ്മ പറഞ്ഞു. അപ്പം മദനി പറഞ്ഞു, വിദേശികളെ
വിദേശികളെ മാറ്റിക്കോട്ടെ, പക്ഷേ അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അസമിൽ ബംഗ്ലാദേശികളൊക്കെ അസമിൽ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രശാന്ത് ഭൂഷൻ്റെ നേതൃത്വത്തിലൊരു സംഘം പോയത്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന സയ്യദ ഹമീദ് മുമ്പ് കോൺഗ്രസ് ഭരണകാലത്ത് ആസൂത്രണ കമ്മീഷൻ അംഗമായിരുന്നു അവർ. ആ സയ്യദ ഹമീദാണ് പറഞ്ഞത് ബംഗ്ലാദേശികളൊക്കെ അസമിൽ താമസിച്ചോട്ടെ, ലോകം വിശാലമാണ്, ബംഗ്ലാദേശികൾക്ക് ഇവിടെയും താമസിക്കാം എന്നാണ് അവർ പറഞ്ഞത്. ഈ സംഘത്തിൻ്റെ കൂട്ടത്തിൽ ഡീപ് സ്റ്റേറ്റ് അയച്ചത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ മുൻ ഫജാഹത്ത് അബ്ദുള്ള, പ്രശാന്ത് ഭൂഷൺ, ഹർഷ് മന്ദർ, മുൻ രാജ്യസഭാംഗം ജവഹർ സർക്കാർ, ഇത്രയും പേരാണ് ഇപ്പോൾ ആ സംഘത്തിലുണ്ടായിരുന്നത്. ഈ ഹർഷ് മന്ദർ എന്ന് പറഞ്ഞ ആൾ മുമ്പ് കലക്ടറായിരുന്ന ആളാണ്. പിന്നെ അവിടുന്ന് രാജിവെച്ചിട്ട് ഈ CA ഒക്കെ വന്നില്ലേ, രാജിവെച്ചിട്ട് സോണിയാഗാന്ധിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ ഹർഷ് മന്ദർ. ഈ ഹർഷ് മന്ദറാണ് ആ ധ്രുവറാട്ടിയിൽ ജർമ്മനിയിൽ അയാൾക്ക് തിരക്കഥയൊക്കെ എഴുതി കൊടുക്കുന്നത്. ഇയാൾക്ക് അവിടെ ഒരു NGO ഉണ്ടായിരുന്നു ഹർഷ് മന്ദറിന് ജർമ്മനിയിൽ. ആ NGOയുടെ പേരാണ് സ്നേഹത്തിൻ്റെ കട എന്ന്. അതാണ് പിന്നെ രാഹുൽ ഗാന്ധി എടുത്തത്, സ്നേഹത്തിൻ്റെ കട എന്ന് പറഞ്ഞിട്ട് എടുത്തത്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ഗോൽപുരയിൽ അവർ പോയത്. അവിടെ നിന്ന് അടുത്ത കാലത്താണ് ഉപഗ്രഹ നഗരത്തിന് വേണ്ടി കുറേ മുസ്ലിങ്ങളെയൊക്കെ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒഴിപ്പിച്ചത്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ അവരുടെ സ്ഥലമാണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കും, വിദേശികളാണെങ്കിൽ ബംഗ്ലാദേശികളാണെങ്കിൽ തിരിച്ച് പറഞ്ഞു വിടുകയും ചെയ്യും. അതൊക്കെയുള്ള ശക്തികളാണ് ഈ വിശ്വശർമ്മ. അത് കഴിഞ്ഞ് ഇവർ ഞായറാഴ്ച പൊതുയോഗം നടത്തി. ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ആളുകൾ രാജ്യത്തിൻ്റെ നില തന്നെയാണ് ഇപ്പോൾ അസമിൻ്റെയും എന്ന് അവർ പറഞ്ഞു. ഗുവാഹട്ടിയുടെ നില മോശമൊന്നുമല്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇന്നലെ മറ്റേ അരുന്ധതി റോയ് എറണാകുളത്ത് വന്നിട്ടും പറഞ്ഞില്ലേ, ലോകത്തെ എല്ലാ ഫാഷിസ്റ്റ് രാജ്യങ്ങളും അരുന്ധതി റോയിയെ പേടിക്കുന്നു എന്നാണ് അവിടെ സ്വാഗത പ്രസംഗക KR മീര പറഞ്ഞത്. ആര് അല്ലേ, ലോകത്തിലൊക്കെ എവിടെയൊക്കെ അറിയപ്പെടുന്നു, കുറച്ച് സാഹിത്യകാരന്മാർ കൊണ്ടു കിടക്കുന്നു എന്നല്ലാതെ. അപ്പം അത് കഴിഞ്ഞ് പൊതുയോഗമൊക്കെ കഴിഞ്ഞിട്ട് സയ്യദ ഹമീദ് അസമിൽ പറഞ്ഞു, ബംഗ്ലാദേശി ആകുന്നു ഒരാൾ എന്നുള്ളത് കുറ്റമാണോ? അവരും മനുഷ്യരല്ലേ, ലോകം വിശാലമാണ്, ബംഗ്ലാദേശികൾക്ക് ഇവിടെ പാർക്കാം, അവരൊരു അവകാശത്തെയും ഹനിക്കുന്നില്ല, അവരും മനുഷ്യരാണ്, അല്ലാഹു മനുഷ്യർക്കായിട്ടാണ് ഭൂമി സൃഷ്ടിച്ചത് എന്നും അവർ പറഞ്ഞിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു അവർ ജാമിയ മിലിയ ഇസ്ലാമിയയിലാണ് ഇപ്പോൾ, അവിടെയും ഒഴിപ്പിക്കലൊക്കെ നടക്കുന്നുണ്ട്. മുസ്ലിങ്ങളിൽ ഇപ്പോൾ ഖയാമത്ത് ആണ് എന്ന് തോന്നുന്നു. ഖയാമത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യവിധി ദിനം, മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ അതാണ് ഇന്ത്യയിൽ എന്ന് തോന്നുന്നു. ഞങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പമാണ്, ക്രിസ്ത്യാനികൾക്കൊപ്പമാണ്, സിഖുകാർക്കൊപ്പമാണ്, മുസ്ലിങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശർമ്മ പറഞ്ഞു, അന്ന് അനധികൃത കുടിയേറ്റക്കാരെ ന്യായീകരിക്കുകയാണ് ഈ സ്ത്രീ ഇവിടെ വന്നിട്ട്, സയ്യദ ഹമീദ്. ഗാന്ധി കുടുംബത്തിൻ്റെ ആത്മസുഹൃത്താണ് ഇവർ. ഈ സയ്യദ അസമിനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കണം എന്ന് ജിന്നയ്ക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, അസമിനെ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന്. ഇവരെ പോലുള്ളവരുടെ പിന്തുണ കാരണം ആസാമിൻ്റെ സ്വത്വം തന്നെ വംശനാശം വന്നുപോയി, അന്യമായി പോയി. അസമിന് അസമിൻ്റേതായ സ്വത്വവും ഉണ്ടായിരുന്നു, ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു വന്നു. അപ്പോൾ അസമിൻ്റെ പൈതൃകം നഷ്ടപ്പെടുന്നു. അപ്പോൾ അവസാന രക്തം വരെ ഇത് പ്രതിരോധിക്കാനായിട്ട് ചിന്തും എന്നും ശർമ്മ പറഞ്ഞു. ബംഗ്ലാദേശികളുടെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല, ഇത് അവരുടെ ഭൂമിയല്ല. ഈ സയ്യദ ഹമീദയെ പോലുള്ളവർ അവരുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് കൊണ്ടുപോയി ഈ ബംഗ്ലാദേശികളെ താമസിപ്പിച്ചാൽ മതി എന്നും ശർമ്മ അന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ സയ്യദ ഇതൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഡൽഹി പോയല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ മദനിയൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് പ്രേരിപ്പിച്ച് അസമിലേക്ക് അയച്ചതാകാനാണ് സാധ്യത. അപ്പോൾ ഇത്തരം മദനിമാർ ഇനിയും അവിടെ ചെല്ലാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.